അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾക്കും വളരെ അധികം മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഉണ്ട് എന്നൊക്കെ നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും മഹത്തായ ഒരു ഇസ്മിനെ സംബന്ധിച്ചാണ്. നമുക്കൊക്കെ അറിയാം, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങൾക്കും വളരെ അധികം മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉണ്ട്. എന്നാൽ അതിൽ വെച്ച് തന്നെ ഏറ്റവും മഹത്വം കൂടിയ പവർഫുള്ളായ ഒരു ഇസ്മാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം 41 തവണ യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ് എന്നിങ്ങനെ ഉരുവിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹു തആല വലിയ ഐശ്വര്യത്തെ കൊടുക്കുമെന്നാണ്. അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രയാസങ്ങളോ ദാരിദ്ര്യമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. എല്ലാ സൃഷ്ടികളുടെ ഇടയിലും അവനക്ക് അല്ലാഹു തആല വലിയ ഐശ്വര്യത്തെ കൊടുക്കും. അതുകൊണ്ട് അത്രമേൽ പവർഫുള്ളായ മഹത്വമുള്ള ഒരു ഇസ്മാണ് യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ. ഈ ഇസ്മ എല്ലാവരും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, അസ്മാഉൽ ഹുസ്ന അത് നാം ഓരോരുത്തരും കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുന്നത് കാണാം. ഒരാൾ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. സ്വർഗത്തിൽ കടന്നു എന്നാണ് പറയുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെയധികം മഹത്വമുള്ള ഒരു സംഗതിയാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. മാത്രമല്ല, ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലി അള്ളാഹുവിനോട് നാം എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഹശ്റിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അള്ളാഹുവിനക്ക് അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ കുറെ ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളിയും പ്രാർത്ഥിച്ചോളിയും, നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുമെന്നാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത ഒരു സംഗതിയാണ് അസ്മാഉൽ ഹുസ്ന. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കണം, കാണാതെ പഠിക്കണം. അള്ളാഹു അത് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെ മഹത്വങ്ങൾ നമുക്ക് പറയണം. അത് പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, കമന്റിലൂടെ സന്തോഷങ്ങൾ അറിയിച്ചവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു തആല പെട്ടെന്ന് ശിഫയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.